റിസൾട്ട് വന്നു. 68 മുതൽ 84 വരെ. അതായത് LDF പരാജയപ്പെട്ടാൽ അത് 68 സീറ്റുകൾ വരെ നേടി പരാജയപ്പെടും. കേരളം ആര് ഭരിക്കും? തിരുവനന്തപുരം LDF 9 മുതൽ 11 വരെ എന്നുള്ളതാണ്. UDF 3 മുതൽ 4 വരെ. NDA 2 സീറ്റുകൾ വരെ കിട്ടിയേക്കാം. 0 മുതൽ 2 വരെ തിരുവനന്തപുരം ജില്ലയുടെ വിജയസാധ്യത. ഇനി നമ്മൾ പരിശോധിക്കുന്നു. കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ മാത്രം. അല്ലല്ല, ഇനിയിപ്പോ ടോട്ടൽ നമ്മൾ പറയാം. ഏറ്റവും കേരളം ആര് ഭരിക്കും നോക്കാം. കേരളം ആര് ഭരിക്കാൻ സാധ്യത? മൂന്നാം ഊഴത്തിനുള്ള സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടർ പ്രീ പോൾ ട്രെൻഡ് അനാലിസിസ്. 68 മുതൽ 71 വരെ സീറ്റുകൾ നേടിയേക്കാം. 55 മുതൽ 71 വരെ UDF നേടിയേക്കാമെന്ന്. വലിയ കണക്ക് വരുന്നു. 68 മുതൽ 84 വരെ ഇടതുപക്ഷത്തിന്, 55 മുതൽ 71 വരെ UDF-ന്. പ്രത്യേകം എന്താ അറിയോ? 68 സീറ്റ് ഇടതുപക്ഷം ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് 84 വരെ പോകാം. 84 വരെ 68 സീറ്റ് ഇടതുപക്ഷം ഉറപ്പിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. 84 വരെ പോകുക എന്നുള്ളതാണ്. അത് മാത്രമല്ല UDF-ന് 41 എന്നുള്ളത് 55 ഉറപ്പിക്കുന്നു. 55 ഉറപ്പിക്കുന്നു, 71 വരെ പോകാം. അതായത് ഇത്രേ ഉള്ളൂ. 31 സീറ്റുകൾ വേണ്ടെടുത്ത് 15 സീറ്റുകളിലെത്തി UDF തളരാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല NDA ഒരു സീറ്റ് ഉറപ്പിക്കുന്നില്ല. 3 വരെ പോകാം എന്നുള്ളതാണ്. അതാണ് ട്രെൻഡ്. അനാലിസിസ്. LDF-ന് ഒരു എഡ്ജ് ഉണ്ട്. 84 വരെ. അതെ, 84 വരെ നേടിയേക്കാം എന്നുള്ളതാണ്. 55 മുതൽ 71 വരെ UDF. ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവും എന്നുള്ളതാണ്. BJP 0 മുതൽ 3 വരെ. NDA 0 മുതൽ 3 വരെ നേടിയേക്കാം എന്നുള്ളതാണ്. വീണ്ടും ഒരു ഊഴം കൂടി. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ കേരളത്തിലെ ആകെ സീറ്റ് 60. അതിൽ UDF 25 മുതൽ 34 വരെ നേടുമെന്നും LDF 26 മുതൽ 34 വരെ നേടുമെന്നും NDക്ക് 1. പാലക്കാടുമാണ് കേട്ടോ LDF-ന് തുണയായത്. മധ്യ കേരളത്തിൽ UDF ഒരേപോലെയാണ്. 19 ആകെ 4 സീറ്റ്. 22 വരെ UDF, 19 മുതൽ 22 വരെ LDF. NDക്ക് ഒന്നുമില്ല. ശരിക്കും നിശ്ചയിച്ചത് തെക്കൻ കേരളമാണ്. LDF-ന് തുണയായി മാറുന്നത് തെക്കൻ കേരളമാണ്. 23 മുതൽ 28 സീറ്റുകൾ വരെ നേടിയേക്കാം. അതിൽ തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളാണ് ഏറ്റവും തുണയായി മാറുന്നത്. 11 മുതൽ 15 വരെ UDF-ന് നേടിയേക്കാം. 2 സീറ്റ് പിടിച്ചേക്കാം. ഇത് ഈ ഇലക്ഷന്റെ തൊട്ട് മുൻപാട്ടോ. കാസർഗോഡ് പരമാവധി 3 സീറ്റുകൾ വരെ LDF, 1 മുതൽ 2 സീറ്റ് വരെ UDF, 1 സീറ്റ് വരെ NDA. വേണമെങ്കിൽ കാസർഗോഡ്, മഞ്ചേശ്വരത്തോ കാസർഗോഡോ, അത് മഞ്ചേശ്വരമാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ. കണ്ണൂർ ജില്ല നോക്കുകയാണെങ്കിൽ 8 മുതൽ 9 സീറ്റ് വരെ LDF, 2 മുതൽ 3 സീറ്റ് വരെ UDF. വയനാട് LDF, 2 സീറ്റ് UDF. കോഴിക്കോട് 6 മുതൽ 9 വരെ LDF, 4 മുതൽ 7 വരെ UDF എന്നുള്ളതാണ്. മലപ്പുറത്ത് നോക്കണ്ട. മലപ്പുറത്ത് UDF 13 മുതൽ 15 വരെയും, മലപ്പുറം 1 മുതൽ 3 വരെ LDF. അടുത്ത ജില്ല പാലക്കാട് 7 മുതൽ 9 വരെ സീറ്റുകൾ LDF നിലനിർത്താം. UDF 3 മുതൽ 5 സീറ്റുകൾ വരെയും നേടിയേക്കാം. കഴിഞ്ഞ തവണത്തെ 2 നില വർദ്ധിപ്പിച്ചേക്കാം. തൃശ്ശൂരിൽ 9 സീറ്റ് LDF-നും 4 സീറ്റ് UDF-നും കിട്ടിയേക്കാമെന്നാണ് ട്രെൻഡ് പറയുന്നത്. എറണാകുളത്ത് 2 മുതൽ 5 വരെയാണ് LDF-ന് സാധ്യത. 9 മുതൽ 14 വരെ UDF-നും. ഇടുക്കിയിൽ 3 സീറ്റുകൾ LDF-ന്, 2 സീറ്റ് UDF-ന്. കോട്ടയത്ത് 5 LDF-ന്, 4 UDF-ന്. താങ്ക്സ് ടു കേരള കോൺഗ്രസ് മാണി. ആലപ്പുഴയിൽ 5 സീറ്റുകൾ LDF, 4 സീറ്റ് UDF. പത്തനംതിട്ടയിൽ LDF-ന് 3 മുതൽ 4 സീറ്റ് വരെ, UDF-ന് 1 മുതൽ 2 സീറ്റ് വരെ. കൊല്ലത്ത് 6 മുതൽ 8 വരെ LDF-ന് കിട്ടിയേക്കാം. 3 മുതൽ 5 വരെ UDF-നും. ഇവിടെയാണ് തിരുവനന്തപുരം 9 മുതൽ 11 വരെ സീറ്റുകൾ LDF-നോടൊപ്പം നിൽക്കാം. UDF-ന് 3 മുതൽ 4 വരെ. തിരുവനന്തപുരം ജില്ലയുണ്ട്. തിരുവനന്തപുരത്തെ UDF പിടിച്ചാൽ കിട്ടും. കോഴിക്കോട് ജില്ലയും പ്രവചനാതീതമായ സ്ഥലങ്ങളുണ്ട് കേട്ടോ. പേരാവൂർ, നാദാപുരം, കൊയിലാണ്ടി, കോഴിക്കോട് നോർത്ത്, തിരൂര്, തവനൂർ, തൃത്താല. LDF വേഴ്സസ് UDF കനത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ. LDF വേഴ്സസ് UDF. ഇനിയുണ്ട് കോങ്ങാട്, കൊച്ചി, തൃപ്പൂണിത്തുറ. കൊച്ചിയിലില്ല കേട്ടോ. കോതമംഗലം, തൃപ്പൂണിത്തുറ, കോതമംഗലം, കുന്തത്തൂര്. ചടയമംഗലം ഇല്ല കേട്ടോ. ചടയമംഗലം LDF ആണ്. നമ്മളൊരു ട്രെൻഡ്. പേരാവൂർ ഒപ്പത്തിനൊപ്പം ശക്തമായ മത്സരമാണ് കേട്ടോ. അഭിജിത്ത്, കൊയിലാണ്ടിയും പ്രവീൺ കുമാറിന് സാധ്യതയുണ്ട്. കോഴിക്കോട് നോർത്ത് തോട്ടത്തിൽ സാധ്യതയുണ്ട്. ശക്തമായ മത്സരമാണ്. തിരൂർ ഒപ്പത്തിനൊപ്പമാണ്. ഇപ്പൊ പ്രവചനാതീതമാണ്.
തവനൂർ ഒപ്പത്തിനൊപ്പമാണ്, ഇപ്പോൾ പ്രവചനാതീതമാണ്. തൃത്താല ഒപ്പത്തിനൊപ്പമാണ്, ഇപ്പോൾ പ്രവചനാതീതമാണ്. കോങ്ങാട് ഒപ്പത്തിനൊപ്പമാണ്, കെ ശി ശാന്തകുമാരിക്ക് സാധ്യതയുണ്ട്. കൊച്ചി ഒപ്പത്തിനൊപ്പം അല്ല എന്നാണ് എന്റെ പക്ഷം. എന്റെ അഭിപ്രായം അതാണ്. KJ മാക്സിയാണ്. കഴക്കൂട്ടം ND ആണ്, പക്ഷേ അപ്പോഴും എഡ്ജ് LDF-നാണ്. എഡ്ജ് കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ്. UDF NDA മഞ്ചേശ്വരം, പാലക്കാട്. പക്ഷെ അവിടെ പാലക്കാട് സൈറ്റ് എഡ്ജ് UDF-നുണ്ട് അല്ലേ? പാലക്കാട് മൂന്ന് പേരും ഒപ്പത്തിനൊപ്പം നിയമം LDF UDF NDA അൺപ്രഡിക്റ്റബിൾ ആയി നിയമം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. അതിൽ പ്രത്യേകിച്ച് LDF NDA. അപ്പൊ അങ്ങനെ pre-poll trend analysis 2026 ഫൈനൽ ടാലി 55 മുതൽ 71 സീറ്റുകൾ വരെ UDF, 68 മുതൽ 84 സീറ്റുകൾ വരെ മൂന്നാം ഊഴത്തിന് സാധ്യതയെന്ന് റിപ്പോർട്ടർ പ്രീപോൾ ട്രെൻഡ് അനാലിസിസ് 2026. 60 മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കേരളം മൂന്നാമതും പിണറായി വിജയൻ ഭരിക്കും എന്നുള്ളതാണ് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ട്രെൻഡ് അപ്പുറത്തും വിജയ സാധ്യത തന്നെയാണ് പറയുന്നത്. 60 മണിക്കൂർ വളരെ ചെറിയ നിർണായകമാണ്. സാധ്യത UDF-നും UDF-നും വിജയ സാധ്യത, LDF-നും വിജയ സാധ്യത എന്നുള്ളതാണ്. LDF വിജയിക്കുമ്പോൾ ഇത്ര സീറ്റ് നേടും എന്നുള്ളതാണ് പറയുന്നത്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 99 സീറ്റിൽ 68 സീറ്റ് നിലനിർത്തും എന്നുള്ളതാണ്. അതെ, ഇനി 60 മണിക്കൂർ നിർണായകമാണ്. രാഷ്ട്രീയത്തിൽ ഓരോ നിമിഷവും നിർണായകമാണ്. സംഭവിക്കാൻ സാധ്യതയുള്ള ഏതൊരു വിഷയത്തിന്റെയും പേരിൽ ഈ 4-5 സീറ്റുകളൊക്കെ സ്വീകൃതി ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ 60 മണിക്കൂർ നമ്മൾ കൗതുകത്തോടെ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നു. ഇതിൽ എന്തു മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നറിയാൻ. റിപ്പോർട്ടർ പ്രീപോൾ ട്രെൻഡ് അനാലിസിസ് 2026 ഇവിടെ പൂർണ്ണമാവുന്നു. പിണറായിക്ക് LDF സർക്കാരിന്റെ മൂന്നാം ഊഴം, UDF തൊട്ടുപിന്നിൽ കരുത്തുറ്റ മത്സരവുമായി നിൽക്കുന്നു എന്നതാണ് ചിത്രം.